السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، فقد قال الله تعالى في القرآن المجيد: لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: إن دماءكم وأموالكم وأعراضكم حرام عليكم كحرمة يومكم هذا في بلدكم هذا في شهركم هذا. صدق رسول الله صلى الله عليه وسلم. فإن أبي ووالدتي وعرضي لعرض محمد منكم فداء. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദുമാർ, ആലിമീങ്ങൾ, എൻ്റെ ഹൃദയത്തിൻ്റെ കഷ്ണമായ മക്കൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 22 കൊല്ലമായി എനിക്ക് കൂറ്റടച്ചിട്ട്. അതിന് ശേഷം കൂറ്റടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ മുതൽ കൂറ്റ് അടച്ചു പോയി. അതിന് എണ്ണ മാറി തേച്ചു പോയതുകൊണ്ട് അടച്ചതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് നല്ല ഒരു വിഷയം, ഒരു സബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള ഹൃദയത്തിൻ്റെ സ്നേഹവും ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസും ഓർത്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കാം. ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ വാഹിദൻ, നിന്റെ കാരണമായി അല്ലാഹു തആല ഒരു മനുഷ്യനെ നല്ല മാർഗത്തിലേക്ക് ചേർക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ദുനിയാവിൽ ഉള്ള മുഴുവൻ വസ്തുക്കളെക്കാളും അത് ഖൈറാണ് എന്ന്. അപ്പോൾ വിദ്യാർത്ഥികളായ നിങ്ങൾ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ അധ്യാപകരുടെ, വിവിധ ആശയക്കാരുടെ മുമ്പിൽ പഠിക്കുന്നവരാണ്. അധ്യാപകരെല്ലാം ഒരു ആശയക്കാരനായിരിക്കില്ല. 1952 ഞാൻ ചാലിയം ഓതിപ്പടിക്കുന്ന കാലത്ത് അവിടെ സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് തേങ്ങ എന്ന ഒരു പാഠം അന്നത്തെ പുസ്തകത്തിലുണ്ടായിരുന്നു. തേങ്ങ, ആ തേങ്ങ കൊണ്ടുള്ള ഉപകാരവും അതിനെ നട്ടു വളർത്തുന്നതും തെങ്ങ് വെക്കുന്നതും വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതും ഇതൊക്കെയാണ് ആ
പാഠത്തിൽ അന്നുണ്ടായിരുന്നത്. ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു മൗലവി, സുന്നിയല്ലാത്ത മൗലവി, വെറുതെ ഒന്ന് ചാലിയം കടൽ തൊഴിലാളികളെ, മത്സ്യത്തൊഴിലാളികളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ മത്സ്യത്തൊഴിലാളികൾ ശിർക്ക് ചെയ്യുന്നത് പോലെ മന്ദിരിച്ചു കൊണ്ടുപോകാനുള്ളതല്ല എന്ന് ഒരു വാക്ക് പറഞ്ഞു. അത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇടയിൽ കേട്ടു. അവർ ചാലിയം സ്കൂളിലേക്ക് കയറി വന്ന് ഈ അധ്യാപകനെ അടിച്ചു. ഞങ്ങൾ മന്ദിരിക്കുന്നത് ശിർക്കാണെന്ന് നിന്നെ ആര് പഠിപ്പിച്ചു? ഞങ്ങളെ കുട്ടികളെ എന്തിനിത് പഠിപ്പിച്ചു എന്ന് ചോദിച്ച് പെട്ടെന്ന് കടൽ തൊഴിലാളികളല്ലേ, അവർ ഓടി വന്നിട്ട് ഇദ്ദേഹത്തെ അടിച്ചു. അവസാനം അത് വലിയ കുഴപ്പത്തിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഇടപെട്ട് മധ്യസ്ഥ അത് പറഞ്ഞു തീർത്തു. ഇത് ഞാൻ പറയുന്നത് ഒരു അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള ആശയം മെല്ലെ ഉദാഹരണത്തിലൂടെ വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ കുത്തിവെക്കാൻ കഴിയും. ഒരു രാഷ്ട്രീയക്കാരനാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അവൻ ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നുവോ അതിൻ്റെ നേതാക്കളെ ഉദാഹരണം പറയാം. എന്തെങ്കിലും നല്ലൊരു കാര്യം പറയുമ്പോൾ ഇന്ന ആൾ ചെയ്തതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു വലിയ നേതാവിനെ ഉദാഹരിക്കാം. അപ്പൊ ഇദ്ദേഹം വലിയൊരാളാണ് എന്ന് വിദ്യാർത്ഥികളെ ഹൃദയത്തിൽ വരുത്തി തീർക്കും. ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടിയ വിദ്യാർത്ഥികൾ വിവിധ ആശയങ്ങളിൽ നിന്നും വിവിധ ചിന്തകളും ഉള്ള അധ്യാപകരുടെ മുമ്പിൽ പഠിച്ചവരുണ്ടായിരിക്കാം. എന്നാൽ നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് സർവശക്തനായ അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ, അവന്റെ കഴിവിൽ വിശ്വസിക്കുന്നവരാണല്ലോ നാം. അല്ലാഹുവിന്റെ കഴിവ് കൂടാതെ ഇവിടെയും എവിടെയും ഒന്നും നടക്കുകയില്ല. ഒരു കൈവിരൽ പൊക്കിപ്പിടിക്കാൻ അല്ലാഹുവിന്റെ ഖുദ്റത്ത് വേണം. അത് മടക്കി പിടിക്കാൻ അല്ലാഹുവിന്റെ ഖുദ്റത്ത് വേണം. ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും എടുക്കാൻ അല്ലാഹുവിന്റെ ഖുദ്റത്ത് വേണം. നാം ശ്വസിക്കുന്ന ഓക്സിജൻ അത് പടച്ചുണ്ടാക്കാൻ ഒരു ഡോക്ടർക്കും കഴിയില്ല. അമേരിക്കയുടെ അപ്പോളോ 10 ചന്ദ്രനിൽ ഇറങ്ങിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്ന ഡോക്ടർ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, ഞങ്ങൾ ഏതാനും മേൽപോട്ട് കയറി ചെന്നപ്പോൾ ശ്വാസമില്ലാതെയായി. ഉടനെ ഞങ്ങൾ സംഭരിച്ചു കൊണ്ടുപോയ ഓക്സിജനുമായി ഞങ്ങൾ ബന്ധം സ്ഥാപിച്ചപ്പോഴാണ് ശ്വസിക്കാൻ കഴിഞ്ഞത് എന്ന്. അങ്ങനെ നാം ശ്വസിക്കുന്ന ഓക്സിജൻ അത് അല്ലാഹുവിനല്ലാതെ പടക്കാൻ കഴിയില്ല. അങ്ങനെ വല്ലാഹു ഖലഖക്കും
വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും അഖില ലോക ചരാചരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. അല്ലാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുസ്ലിംകളായ നാം. എന്നാൽ ഇതേ മനുഷ്യൻ അല്ലാഹു വ്യത്യസ്തങ്ങളായ കഴിവുകൾ കൊടുക്കുന്നു. ചിലർക്ക് പ്രസംഗിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, മറ്റു ചിലർക്ക് ദർസ് നടത്താൻ അറിയാം, മറ്റൊരാൾക്ക് ഡോക്ടറായി ചികിത്സ പറഞ്ഞു കൊടുക്കാൻ അറിയാം. അങ്ങനെ ഉദാഹരണം ധാരാളമുണ്ട്. വളരെ വ്യത്യാസമായ കഴിവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കൊടുക്കുന്നത്. ഇതെല്ലാം നേടുന്നത് നമ്മുടെ ഖൽബ് എന്ന് പറയുന്ന ഹൃദയം, ഹൃദയത്തിലൂടെ മാത്രമാണ്. ഹൃദയമില്ലാത്തവന് ഇതൊന്നും നേടാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യപാനത്തെ കർശനമായി വിരോധിച്ചത്. മദ്യം ഏറ്റവും നീചവും നികൃഷ്ടവുമായ നജസ് തീർച്ചാൽ ഉടനെ ചെന്ന് ആ തുണി കഴുകി അതിൻ്റെ മണവും രുചിയും നിറവും എല്ലാം പോകുന്നത് വരെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കുന്നവരാണല്ലോ നാം. അപ്പോൾ അത്രയും നീചമായ നജസായ സാധനം നമ്മുടെ ശറഫാക്കപ്പെട്ട വായിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നത് ഈ ലോകത്ത് വെച്ച് ഏറ്റവും അധപ്പതിച്ച മനുഷ്യന്റെ പ്രവൃത്തിയാണ്. ഏറ്റവും അധപ്പതിച്ചവനല്ലാതെ ഈ മദ്യം ഉപയോഗിക്കുകയില്ല. ഇതിന് ഇസ്ലാം കർശനമായി നിരോധിച്ചതിന് നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ഹൃദയം നശിച്ചു പോകും, ബുദ്ധിയില്ലാതെയായി. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലുള്ള വലിയ സ്ഥാനം വഹിച്ച ഒരാൾ മാനസിക രോഗിയായി മാറിയാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ പോലും സീറ്റ് കിട്ടുകയില്ല. കൊടുക്കൂ, അയാൾ മാനസിക രോഗിയാണ്, അതുകൊണ്ട് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്കൊരു സീറ്റ് കൊടുക്കില്ല. അപ്പോൾ ഇവിടെ എന്തു പ്രവൃത്തിയുടെയും മാനദണ്ഡം ഹൃദയമാണ്. ഹൃദയം നേരെ ഉണ്ടെങ്കിൽ മാത്രമേ അവന് മന്ത്രിയാകാൻ കഴിയുള്ളൂ, അവന് പ്രധാനമന്ത്രിയാകാൻ സാധിക്കും, പ്രസിഡന്റ് ആവാൻ സാധിക്കും, മുദരിസാവാൻ, വഅദ് പറയാനും എല്ലാം ഹൃദയം നേരെയാവണം. അപ്പൊ ആ ഹൃദയത്തെ മാറ്റിക്കളയുന്ന, ചിന്തയെ മാറ്റിക്കളയുന്ന ഏറ്റവും അധികം മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്
മദ്യം എന്നതുകൊണ്ട് മദ്യ നിരോധം ഇസ്ലാം വെച്ചു. വിലയും കാരണമാണ്. അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തെയും മനുഷ്യന്റെ അവയവത്തെയും അവന്റെ ചിന്തകളെയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇതാദ്യമായി പറഞ്ഞുകൊണ്ട് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രൊഫഷണൽ? എനിക്കതറിയില്ല. പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഉദ്ദേശിക്കുന്ന, പറയുന്ന അവരല്ല ശരിയായ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരൊക്കെ ഭൗതിക വിദ്യാഭ്യാസം നേടുന്ന ഭൗതിക വിദ്യാലയങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളാണ് എന്ന് പറയും. അങ്ങനെയല്ലേ പറയാ? അല്ലേ? ദർസിൽ പഠിക്കുന്നവരല്ല, ഭൗതിക കലാലയങ്ങളിൽ നിന്ന് വന്നവരാണ്, അതിൽ ഉയർന്ന വിദ്യ നേടുന്നവരാണ്. ഇതാണ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ഭൗതിക വിദ്യ എന്ന ഒരു വിദ്യ ഉണ്ടോ? ഭൗതിക വിദ്യ എന്നും പാരത്രിക വിദ്യ എന്നും രണ്ട് വിദ്യ ഉണ്ടോ ഇല്ലേ? മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇഹ്യാ ഉലുമുദ്ദീനിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. ചുരുക്കി പറയട്ടെ, ഒരു പ്രദേശത്ത് ഡോക്ടർമാർ ഉണ്ടായിരിക്കൽ ഫർള് കിഫായി ആകുന്നു. ഫർള് കിഫായി എന്ന് പറഞ്ഞാൽ ചിലർ ഡോക്ടർമാരായാൽ മറ്റുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. ഒരു പ്രദേശത്ത് രോഗമുണ്ടായാൽ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന സ്ഥലത്തൊരു ഡോക്ടർ ഉണ്ടായിരിക്കണം. ഇത് ഉജൂബാണ്. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മഅദനിൽ ഗ്രാൻഡ് മസ്ജിദ് ഉണ്ടാക്കി. ഇതിനേക്കാളും വലിയ ഗ്രാൻഡ് കെട്ടിടങ്ങളും മസ്ജിദുകളും അങ്ങ് വേറെ സ്ഥലത്ത് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും അതിന് കമ്പിൻ്റെ കണക്ക്, സിമെന്റിന്റെ കണക്ക്, മറ്റുള്ള സാമഗ്രികളുടെ കണക്ക് അത് എഞ്ചിനീയറോട് ചോദിക്കണം. തങ്ങൾ തന്നെ എഞ്ചിനീയർ ആണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ വേറെ ഒരു എഞ്ചിനീയറോട് ചോദിക്കണം. അപ്പൊ എഞ്ചിനീയർ ഇല്ലാതെ കുറെ സിമെന്റും കമ്പിയും എല്ലാം കൂടി ഇട്ടിട്ട് ബിൽഡിംഗ് എടുത്താൽ അത് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് എഞ്ചിനീയർ ഉണ്ടാവൽ നിർബന്ധമാണ്. അയാളോട് ചോദിച്ചാൽ അയാൾ ഒരു എഞ്ചിനീയർ ആണോ? നീ മൂന്നാമത്തെ ആള് രണ്ടാം വരിയില് എഞ്ചിനീയർ അല്ലേ? അല്ലേ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. എഞ്ചിനീയർ ഉണ്ടാവൽ നിർബന്ധമാണ്, ഉജൂബാണ്. ഉജൂബ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇല്ലെങ്കിൽ കുറ്റക്കാരനാകും, ഉണ്ടായ കൂലി കിട്ടും, അല്ലാഹുവിന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടും. അപ്പൊ എഞ്ചിനീയർ ഉണ്ടാവൽ ഉജൂബ്, ഡോക്ടർ ഉണ്ടാവൽ ഉജൂബ്, അഡ്വക്കറ്റ് ഉണ്ടാവൽ ഉജൂബ്, ശാസ്ത്രജ്ഞനുണ്ടാവൽ, ISRO ശാസ്ത്രജ്ഞന്മാരുണ്ടാവൽ
ഉജൂബ്. അങ്ങനെ നാം ഇവിടെ ഭൗതിക വിദ്യ എന്ന് പറയപ്പെടുന്ന എല്ലാ വിദ്യയും, ടെക്നിക്കൽ വിദ്യാഭ്യാസം, ഇതെല്ലാം എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. പക്ഷേ ആവശ്യത്തിന് മാത്രം ആളുകൾ പഠിച്ചാൽ മറ്റുള്ളവർ കുറ്റത്തിൽ നിന്ന് വിമുക്തരായി. അതുകൊണ്ട് ഇതിനെന്ത് പറയും? ഫർള് കിഫായ എന്ന് പറയും. അതേ സമയത്ത് നിസ്കാരത്തിന്റെ ഫർളും ഷർത്തും സുന്നത്തും ആദാബും മുബ്തിലാത്തും പഠിക്കൽ ഒരാൾ പഠിച്ചാൽ മറ്റേയാൾക്ക് മതിയാവുകയില്ല. എല്ലാവരും പഠിക്കണം, എല്ലാവരും പഠിക്കണം. അതുകൊണ്ട് അത് പഠിക്കൽ ഫർള് ഐന് എന്ന് പറയും. ഈമാൻ ഫസാദായി പോകുന്ന കാര്യം, ഫസാദാകുക എന്ന് പറഞ്ഞാൽ ഈമാൻ കേടുവന്നു പോവുക, നഷ്ടപ്പെട്ടു പോവുക, അത് പഠിക്കലോ അത് എല്ലാ മോമിനും വളരെ നിർബന്ധം. ഈ പ്രൊഫഷൻ വെച്ചുകൊണ്ട് അതാണ് ഞങ്ങൾ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കണം. ബാബു ഇമാം ബുഖാരി തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഒരധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. ബാബു ഖൗഫിൽ മുഅ്മിനി അൻ യഹ്ബിത അമലുഹു ഐ ഈമാനുഹു. എല്ലാ മുഅ്മിനും അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടണം. അപ്പോ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഫർള് ഐനാണ്. ഓരോരുത്തരും പഠിക്കണം. ഞാൻ പഠിച്ചാൽ എന്റെ ഈമാൻ രക്ഷപ്പെടും, നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ ഈമാൻ രക്ഷപ്പെടും. അത് പഠിച്ചില്ലെങ്കിലോ മെല്ലെ വന്നിട്ട് എന്താ മക്കളെ ഈ സുന്നിയിൽക്ക് പോയിട്ട് എന്താ കാര്യം? സുന്നികൾ കണ്ടില്ല നിങ്ങള്? അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാന്നും പറഞ്ഞിട്ട് നടക്കുക, അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. ഞങ്ങളോ, ഞങ്ങൾ പറയുന്ന ആളെ കൂട്ടർ പേര് ഞാൻ പറയുന്നില്ല, പറയുന്ന ആള് പറയാ, ഞങ്ങൾ പറയുന്നത് എല്ലാം അല്ലാഹുവിനോടെ ചോദിക്കാവൂല. ആ തലക്കലുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. മക്കളെ, ഇവിടെ സുന്നികൾ എന്ന് പറയുന്നവര് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാം എന്ന് പറയുന്നു. അപ്പോ അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാം, ചോദിച്ചുകൂടാ എന്ന് ഇവിടെ തർക്കമുണ്ട്. അല്ലാഹുവിനോട് മാത്രം ചോദിക്കാം എന്ന് പറയുന്നതിൽ തർക്കം ഇല്ല. അപ്പൊ തർക്കമുള്ളതും തർക്കമില്ലാത്തതും വന്നാൽ തർക്കമില്ലാത്തതും എടുത്താ പോരെ, നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹ്, അപ്പൊ ഇവിടുത്തെ സുന്നികൾ മുഴുവനും പിഴച്ചവരാണ് എന്നായി. ഇതിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും നാം പഠിക്കുന്നില്ല. അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ചോദിക്കാനാണ്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ തന്നെ വന്നുകൊണ്ട് സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു. അല്ലാഹു അല്ലാതെ റബ്ബില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ. എന്നിട്ട് പറയുന്നു, വഅന്നക മഅമൂനുൻ അലാ കുല്ലി ഗായിബി. അഖില ലോകം മുഴുവനും എല്ലാ അദൃശ്യമായ അഗോചരമായ ഗൈബിയായ കാര്യം അല്ലാഹു തആല തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. തങ്ങൾക്കറിയാത്ത ഒരു ഗൈബുമില്ല. ആരാ പറയുന്നത്? സ്വഹാബി എന്ന് പറയാണ് തങ്ങളോട്. അപ്പൊ പോടാ നീ അവിടുന്ന് ഞാൻ ഗൈബ് അറിയുമെന്ന് പറയാണോ
എന്ന് ചോദിച്ചിട്ട് ആട്ടിയോ അദ്ദേഹത്തെ? ഇല്ല. മഅ്മൂനുന്ന, തങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടവരാണ്. അലാ കുല്ലി ഗായിബി, എല്ലാ അദൃശ്യമായ അഗോചരമായ വസ്തുവും അറിയും. അതിൽ തങ്ങൾ കളവ് പറയില്ല, അതിൽ തെറ്റു പറയില്ല, അതിൽ മാറ്റി പറയില്ല. അത് ശരിയായ നിലക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടവരാണ് തങ്ങൾ. എന്നിട്ട് പറയുന്നു ഫകുൻ ലീ ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദി ബിൽഖാരിബി. ഓ ഹബീബായ നബിയേ, എന്നെ അവിടുന്ന് സഹായിക്കണേ, എനിക്ക് അവിടുന്ന് ശഫാഅത്ത് ചെയ്യണേ, എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ നേരിട്ട് വന്നുകൊണ്ട് ഒരു സഹാബി പറഞ്ഞപ്പോൾ ഇത് ശിർക്കാണെങ്കിൽ അവിടുന്ന് വിവരിച്ചു കൊടുക്കേണ്ടതല്ലേ? ഒരിക്കലും വിവരിച്ചു കൊടുത്തിട്ടില്ല ശിർക്കാണെന്ന്. മറിച്ച് അത് അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിക്കുകയാണ് ചെയ്തത്. 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാമായ ഇമാമുൽ അളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, യാ സയ്യിദസ് സാദാതി ജിഅ്തുക ഖാസിദ അർജു ഹിമാക ഫഅഹ്തമി ബിഹിമാക. ഓ ഹബീബായ നബിയെ, സാധുവായ അബൂ ഹനീഫ ഇദാ അങ്ങയുടെ സന്നിധാനത്തിൽ അഭയം തേടുന്നു, എന്നെ അവിടുന്ന് രക്ഷിക്കണമേ എന്ന് ഇമാമുൽ അളം പറഞ്ഞ് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൾ ധാരാളം പറഞ്ഞ് അവസാനം പറയുന്നത് യാ മാലികി കുൻ ശാഫിഇ ഫീ ഫാഖതി ഇന്നി ഫഖീറുൻ ഫിൽ വറാ ലിഗിനാക. ഓ എന്റെ ഉടമസ്ഥരായ മുഹമ്മദ് നബിയെ, എന്റെ ഉടമസ്ഥരായ നബിയെ, എന്റെ മാലിക് ഉടമസ്ഥരാണ് ആയ നബിയെ, എനിക്ക് മനുഷ്യന്മാരെ കൂട്ടത്തിൽ തങ്ങളല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് എന്നെ ശഫാഅത്ത് ചെയ്ത് രക്ഷിക്കണം. നിർത്തിയിട്ടില്ല, ശഫാഅത്ത് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തണം, തങ്ങളല്ലാതെ എനിക്കാരുമില്ല പറഞ്ഞു. എന്നിട്ട് പറയുന്നു أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അവിടെ നിന്നല്ലാതെ മനുഷ്യരെ കൂട്ടത്തിൽ എനിക്ക് ആരുമില്ല. അതുകൊണ്ട് എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ആര് പറഞ്ഞു? ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ലക്ഷോപലക്ഷം മൗലിയാക്കൾ അവിടുത്തെ മദ്ഹബിലുള്ളവരുണ്ട്. ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ഔലിയാക്കളുണ്ട് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബില്. അങ്ങനത്തെ ഔലിയാക്കളുടെ നേതാവായ ഇമാമുൽ അഅ്ലം മുശ്രിക്കോ? അത് മുശ്രിക്കാണെന്ന് പറയേണ്ടി വരില്ലേ? മനുഷ്യരല്ലാത്ത അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ മുശ്രിക്കാകുമെന്ന് പറയുമ്പോൾ അബൂ ഹനീഫ മുശ്രിക്കാന്ന് പറയേണ്ടി വരില്ലേ? മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരൽപ്പം കോപിച്ചപ്പോൾ അതൂബു ഇലല്ലാഹി വറസൂലിഹി, ഓ അല്ലാഹുവേ, അല്ലാഹുവിന്റെ മുമ്പിലും അല്ലാഹുവിന്റെ റസൂലെ അങ്ങയുടെ മുമ്പിലും ഞങ്ങളിത് തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ തൗബ ചെയ്തു മടങ്ങിയില്ലേ? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അതാ ഇതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വെക്കാൻ പാടില്ലാത്ത ഒരു ഫോട്ടോ ഉള്ള ഒരു വിരി തൂക്കിക്കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യപ്പെട്ട് ആ സമയത്ത് ഇന്നി അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. ആയിഷ ബി പറയുന്ന നബിയെ, തങ്ങൾ ദേഷ്യപ്പെടരുത്, തങ്ങളിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു. ആദ്യം ഞാൻ പറഞ്ഞ ഹദീസ് ബുഖാരിയുടെ
788 പേജ്. രണ്ടാമത് പറഞ്ഞത് 221 പേജ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, തൗബ എന്ന് പറഞ്ഞത് കൊണ്ട് മുശ്രിക്കായി പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കാതിരുന്നാൽ പെട്ടെന്ന് നമ്മളെ ഈമാൻ തെറ്റിച്ചു കളയും. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഇത് തർക്കമുള്ള വിഷയമാണ്, മറ്റേ തർക്കമില്ലാത്ത വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കബളിപ്പിക്കുമ്പോ ആ തർക്കമുള്ളത് നമ്മളെ ഒഴിവാക്ക. ഒരു തർക്കവുമില്ല, ഒരു തർക്കവും ഇതിലില്ല, ഉണ്ട് എന്നാരും മനസ്സിലാക്കണ്ട. അതേ സമയത്ത് അങ്ങനെ ഫാദിലി തർക്കമുണ്ടോ? എന്ത് തർക്കം? ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, ഒരു കൈവിരൽ അനക്കാൻ, ഒരു സൂചി എടുത്ത് കുത്താൻ, കണ്ണ് ചിമ്പാനും തുറക്കാനും സംസാരിക്കാനും എന്നല്ല എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ടല്ലാതെ, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ സാധ്യമല്ലെന്ന് ഉറച്ച് വിശ്വസിച്ച വിശ്വാസം ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന മുഅ്മിൻ, അവനാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അതേ അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ട അമ്പിയാക്കളോട് സഹായം ചോദിക്കുന്നത്. അപ്പോ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം, അല്ലാഹുവിനോട് ദ്വാരന്നിട്ട് വാങ്ങിത്തരണം, അല്ലെങ്കിൽ മറ്റു നിലക്ക് വാങ്ങിത്തരണം എന്ന് ആണ് ആ പറയുന്നതിന്റെ അർത്ഥം. നിങ്ങൾ കണ്ടില്ലേ, മഴയില്ലാതെ ആയപ്പോ ആ തലക്കലുള്ള ആളുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, മഴയില്ലാതെ ആയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് ഖുതുബ ഓതാൻ വരുന്നു വെള്ളിയാഴ്ച. അപ്പോഴാണ് ഒരു സഹാബി വന്നിട്ട് പറയുന്നു, അതൈനാക വൽ അദ്റാഉ തുദ്മി ലബാനഹാ വഖദ് ശുഗിലത് ഉമ്മുസ്സബിയ്യി അനിത്ത്ഫിലി വഅൽഖാ ബികഫൈഹി الصبي استكنة من الجوع خوفا ما يمر وما يعلي وما كان مما يأكل الناس عندنا سوى الحنظ للآحي والعلهس الفصل. എന്താണ് സഹാബി പറയുന്നത്? ഓ ഹബീബായ നബിയെ, മഴയില്ലാതെ ഉണങ്ങി ആട്ടങ്ങ ഒഴിച്ച് മറ്റുള്ള എല്ലാം ഉണങ്ങിപ്പോയി. ആട്ടങ്ങ എന്നൊരു സാധനമുണ്ട്, അത് വേഗം ഉണങ്ങൂല, അല്ലാത്തൊക്കെ ഉണങ്ങിപ്പോയി നബിയെ. മൃഗങ്ങൾ ചത്തുപോകാൻ തുടങ്ങി, സ്ത്രീകളുടെ മുലപ്പാലിന് പകരം രക്തം വരാൻ തുടങ്ങി വെള്ളം കുടിക്കാത്തത് കൊണ്ട്. അത്രയും അധികം വിഷമത്തിലാണ്. അതുകൊണ്ട് ഈ സ്വഹാബി പറയുന്നു, എന്താ ഇപ്പൊ പറഞ്ഞത്? ഞങ്ങൾക്ക് മഴയില്ല, വെള്ളമില്ല, എല്ലാം പോയിട്ട് أتيناك والأذراء تدمي لبانها وقد شغلت أم الصبي عن الطفل وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يحلي وما كان مما يأكل الناس عندنا سوى الحنظ للعاهي والعلهس الفشلي എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഫലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റുസുലി. കണ്ടോ, എന്നിരിക്കാം. ആ ബൈത്ത് അത്ര വലിയ ഭയങ്കരമായ ബൈത്താണ്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ. മഴയില്ലാതെയാകുമ്പോഴും വിഷമത്തിന്റെ സമയത്തും
തങ്ങളിലേക്കല്ലാതെ ഞങ്ങൾ എവിടേക്ക് ഓടിപ്പോകാനാണ്? ഞങ്ങൾക്ക് ഓടിച്ചെല്ലാൻ ഒരു സ്ഥലമില്ല തങ്ങളല്ലാതെ. മനുഷ്യർ മുർസലീങ്ങളിലേക്കല്ലാതെ എവിടേക്കാണ് ഓടിപ്പോവുക? അതുകൊണ്ട് ഞങ്ങളിതാ ഓടി വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് മഴ വേണം. നോക്ക്, ഞങ്ങൾക്ക് മഴയില്ലാത്തത് കൊണ്ട് തങ്ങളിലേക്കല്ലാതെ വേറെ എവിടേക്ക് ഓടിപ്പോകാനില്ല എന്ന് സഹാബികൾ ഒന്നായി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ചെയ്തത്? ഉടനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ചൂണ്ടിയും ആ ചൂണ്ടൽ ഒറ്റ ഓട്ട ഏഴാമത്തെ ആകാശം വരെ. അതാണ് ഇപ്പോഴും നിങ്ങൾ അൽ ഖുബ്ബത്തുൽ ഖദ്റാ റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫിന്റെ മുകളിലുള്ള ആ പച്ച കുബ്ബ, അതിൽ ഒരു ചെറിയ ഓട്ട കാണാം. അത് ഓട്ടയാണ്. അന്ന് വെച്ച ഓട്ട ഇപ്പോഴും ഉണ്ട്. ഓട്ട അതിന്റെ അടയാളം. എന്നിട്ട് പറഞ്ഞു അല്ലാഹു ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങളെ നിരാശപ്പെടുത്തല്ല. ഒരൊറ്റ പ്രാവശ്യം അങ്ങ് പറയുന്നു, മഴ പെയ്യുന്നു. മഴ പെയ്തു പോയി. ഊട്ടനെ മഴ പെയ്തു. ആ മഴ നിൽക്കുന്നില്ല. നിസ്കരിക്കുമ്പോഴും ഖുതുബയോതുമ്പോഴും ഒക്കെ മഴ തന്നെ. ചളിയിൽ സുജൂദ് ചെയ്തു. മേൽപ്പരയില്ലാത്ത മണലിന്റെ പള്ളിയല്ലേ, അവിടെ ചളിയിൽ സുജൂദ് ചെയ്തു. ജുമാ കഴിഞ്ഞു പോയി. മഴ നിൽക്കുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച വരെ മഴ നിൽക്കുന്നില്ല. കാരണം അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു വാങ്ങിയ മഴയാണ്. ആ ഹബീബ് പറയണോ എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് അപ്പോഴേ അള്ളാഹ് നിർത്തുള്ളൂ. മഴ അങ്ങോട്ട് പെയ്തു. അടുത്ത വെള്ളിയാഴ്ച ഒരാൾ വന്നിട്ട് പറയുന്ന നബിയെ, റോഡുകളൊക്കെ മുറിഞ്ഞു പോയി, വെള്ളം വർദ്ധിച്ചിട്ട് മൃഗങ്ങളൊക്കെ ഒലിച്ചു പോകാൻ തുടങ്ങി, ഉടനെ മഴ നിർത്തി തരണം. ഉടനെ അതാ പറയുന്നു, ഇങ്ങനെ കൈകൊണ്ട് വട്ടത്തിലൊന്ന് കാണിച്ച് അല്ലാഹുമ്മ ഹവലൈനാ വലാ അലൈനാ അല്ലാഹുമ്മ അലൽ ഔദിയത്തി വൽ അക്കാമി വൽ ജിബാൽ. ഞങ്ങൾക്ക് മഴ വേണ്ട, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് വിജന സ്ഥലമായ മലയിലും കാട്ടിലും കുന്നിലും മഴ പെയ്തു കൊള്ളട്ടെ, ഞങ്ങൾക്ക് മഴ വേണ്ട. നിന്നുപോയി മഴ. സെക്കൻഡ് കൊണ്ട് നിന്നുപോയി. ഇതൊക്കെ ഇങ്ങനെ ശിർക്കാന്ന് പറഞ്ഞാൽ, തർക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ അവിടെ ഒന്നും തർക്കമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് ശരിയായ അഖീദ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന അഖീദ. ആ അഖീദക്ക് മാറ്റമില്ല. അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നു, ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. MBBS ഡോക്ടർമാർ ഇവിടെ ഉണ്ടായിരിക്കാം, ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ടാവും, വേറെയും ഡോക്ടർമാരൊക്കെ ഉണ്ടാവും. വേറെ എന്നാൽ അലോപ്പതി മാത്രമാണോ ചികിത്സാമുറ? അല്ല. 555 ചികിത്സ മുറകളുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മളെ വിടാതൊന്നും അറിയില്ല. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദിക്, യുനാനി, ഇപ്പോൾ ഒരു പ്ലാനിക് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടൊന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എക്യുപഞ്ചർ, മറ്റേ പഞ്ചർ, ഇങ്ങനെ എല്ലാം കൂടി 5-8 ഇത് മാത്രം ഇപ്പൊ വരിക. സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി ഭൂമിയിൽ അമർത്തുന്ന അതൊരു പഞ്ചറ. അതൊന്നിപ്പോ പറയാനാവില്ല, തങ്ങൾ പറഞ്ഞു. അങ്ങനെ നിരവധി രോഗങ്ങളും രോഗത്തിന്റെ ചികിത്സയുണ്ട്. യുനാനി ഒരു പഴയ തൈലുണ്ടാക്കുന്ന ചികിത്സയാണെന്നായിരുന്നു പലരും കരുതിക്കൊണ്ടത്. ഇപ്പോ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് തന്നെ ഇങ്ങോട്ട് പാസ്സാക്കി നോക്കുമ്പോഴോ അതിന് സീറ്റ് കിട്ടാനുള്ള തള്ളു തന്നെ. കാരണം ഓപ്പറേഷൻ വരെ ഉണ്ട് യുനാനിയിൽ. നാടൻ തൈലുണ്ടാക്കി കൊടുക്കലല്ല, ലേഹം ഉണ്ടാക്കി കൊടുക്കലല്ല എന്ന് മനസ്സിലായി. ഹിജാമ, പഴയ കാലത്തുള്ള ഹിജാമത പൊന്തി വരുന്നു. ഇപ്പം ഭയങ്കരമായിട്ട് മർക്കസിലെ യുനാനിയിൽ ഹിജാമന്റെ തിരക്ക.
എന്നാൽ ഈ വൈദ്യന്മാരാണോ രോഗം മാറ്റുന്നത്? ആണോ? ഒരിക്കലും അല്ല. വൈദ്യന്മാരല്ല, അള്ളാഹുവാണ് മാറ്റുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാബിൻ ദാഇൻ ഇല്ലാ വലഹു ദവാ. ഒരു രോഗവും ചികിത്സയില്ലാതെ ഇല്ല. ഇല്ലൽ മൗത്ത്. മൗത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്. പക്ഷെ ആ ചികിത്സ അതിൻ്റെ സമയം പോലെ, അതിൻ്റെ കൃത്യം പോലെ ആവണം. വയറുവേദനക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, തേൻ കുടിക്കണമെന്ന് പറഞ്ഞു. തേൻ കുടിച്ചപ്പോൾ ഇയാളെ വേദന വർദ്ധിച്ചു. പിന്നെ പറഞ്ഞു, വർദ്ധിച്ചു പോയി നബിയെ വേദന, കുടിക്ക് തേന് എന്ന് പറഞ്ഞു. പിന്നെയും 3 പ്രാവശ്യം തേൻ കുടിച്ചു, 4 പ്രാവശ്യം തേൻ കുടിച്ചു. വയറുവേദന അധികം തന്നെ. 5ാമത്തെ പ്രാവശ്യമോ 4ാമത്തെ പ്രാവശ്യമോ തേൻ കുടിക്കാൻ പറഞ്ഞു. കുടിച്ചോ, രോഗം മാറി. അപ്പോൾ പറഞ്ഞു, നിന്റെ രോഗത്തിനോട് ആവശ്യമായ അനുയോജ്യമായ തേന് ഇപ്പോഴാണ് എൻ്റെ വയറ്റിലെത്തിയത്, അതുകൊണ്ട് മാറി. അതാണ് വൈദ്യന്മാരോട് ചോദിച്ചിട്ടേ ചികിത്സ ചെയ്യാവുന്നു, അല്ലേ? വൈദ്യന്മാരോട് ചോദിച്ചിട്ടല്ലേ ചികിത്സ ചെയ്യാം? ഒറ്റമൂലിക കാട്ടു കയറിയിട്ട് ഏതെങ്കിലും പറിച്ചു തിന്നല അല്ല. വൈദ്യന്മാരോട് ചോദിക്കണം. എന്നിട്ട് ക്ലൈമറ്റിന്, ചൂട് ക്ലൈമറ്റോ തണുപ്പ് ക്ലൈമറ്റോ, ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയണം. അങ്ങനെ ഓരോ ശരീരത്തിൻ്റെയും ബ്ലഡ് സർക്കുലേഷൻ അറിയണം, നാടിൻ്റെ അനക്കറിയണം. ഇതൊക്കെ അറിയുന്ന ഡോക്ടർമാർ കൊടുത്താൽ മാത്രമേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. അതാണല്ലോ 4 മദ്ഹബ്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ 4 മദ്ഹബിനെ പറ്റി? ഇവിടെ ചർച്ച കഴിഞ്ഞല്ലേ? അത് തന്നെ. ആ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരാണ്. അപ്പൊ അതിൽ കിടക്കുന്നില്ല. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പഠിപ്പിച്ചു തരാ. 4 ഡോക്ടർമാരാണ്. ആ 4 ഡോക്ടർമാർ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാം. ഒരു ഡോക്ടറുടെ പഥ്യം ഒന്നും വേറെയായിരിക്കും. ഒരാൾ എണ്ണ തേക്കണമെന്നാണ് പറയാം. ഒരു ആര്യവൈദ്യക്കാരൻ പറഞ്ഞ നല്ലോണം എണ്ണ തേച്ച് കുളിക്കണം. ഇംഗ്ലീഷ് ചികിത്സക്കാരൻ പറഞ്ഞു എണ്ണ തൊട്ടുപോലെ. ഇത് 2 കൂടിയായിട്ട് ഈ രോഗി എന്തായി? മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് തന്നെ ആട്ടെ, വേഗം കുടിച്ചാട്ട് പാടില്ല. ചികിത്സ മറ്റേത് പഥ്യം മറ്റേ ആള് പറഞ്ഞു നല്ലത് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ഗുളികയും വാങ്ങി കുടിച്ച് എണ്ണയും തേച്ചാൽ നേര് വെച്ച് വണ്ണം വെച്ച് കത്തുവും. അപ്പൊ ഈ മരുന്നിനനുസരിച്ചുള്ള പഥ്യം ഇവിടെ പാലിക്കണം, മറ്റേ മരുന്നിനനുസരിച്ചുള്ള പഥ്യം അവിടെ പാലിക്കണം. അതുണ്ടാകുമ്പോഴേ രോഗത്തിന് ചികിത്സ ഉണ്ടാവുള്ളൂ. അതുപോലെ 4 മദ്ഹബിന്റെ ഇമാമുകൾ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചില പഥ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. ആ പഥ്യവും കൂടി സ്വീകരിച്ചാൽ എല്ലാം ഒന്ന് തന്നെ. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, നമ്മളിവിടെ ഭൗതിക വിദ്യാഭ്യാസം എന്നായത് എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മുടെ വ്യക്തിപരമായി അത് പഠിക്കാം. എല്ലാവരും പഠിച്ചിട്ടില്ലെങ്കിൽ കുറ്റക്കാരല്ല എന്നതുകൊണ്ട് അതിന് ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നു. നിങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ. മറ്റൊന്ന്, നമ്മൾ ഭൗതികമായി പോകുന്നത് എന്തുകൊണ്ട്? അതുകൂടി ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ തീർക്കാം. അതാണ് ചികിത്സ മുറകൾ. ഇത് മാത്രമാണോ ചികിത്സ മുറകൾ? അല്ല എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് കറാമത്തുകൾ കാണുന്നത്, മുഅ്ജിസത്തുകൾ കാണുന്നത്. കണ്ണ് ഡോക്ടർമാരാരുണ്ട് ഇവിടെ? പറഞ്ഞു പോയ കണ്ണ്, പറഞ്ഞു താഴെ വീണുപോയ കണ്ണെടുത്ത് വെച്ചു കൊടുക്കും. ചിലപ്പോഴൊക്കെ കഴിഞ്ഞു തരും. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു തൻ്റെ കണ്ണിൽ ഒരമ്പ് തട്ടി. അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ കണ്ണ് തന്നെ താഴോട്ട് വീണുപോയി. ഓടി കണ്ണുമായിട്ട് വന്നു. ഓ ഹബീബായ നബിയെ, അവിടുത്തെ കണ്ണ്, എൻ്റെ കണ്ണ് വീണുപോയി, അത് വെച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ക്ഷമിച്ചൂടെ? ക്ഷമിക്കാം നബിയെ. പറ്റേ ഞാൻ ഈ അടുത്ത ദിവസം വിവാഹം ചെയ്ത ഒരു പുതിയാപ്പിള കണ്ണില്ലാണ്ടായിട്ട് ചെന്നാൽ പെണ്ണ് ചിലപ്പോ
എന്നെ ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് തങ്ങൾ എനിക്ക് കണ്ണു വെച്ച് തരണമെന്ന് പറഞ്ഞു. അതാ ഉണ്ടല്ലേ وبقيسهم وقطادة من عينه ردت بكف المصطفى الحسناء. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങി ആ സ്ഥാനത്ത് വെച്ചിട്ട് ഒന്നങ്ങ് തടകിയപ്പോൾ നേരത്തെ ഉള്ളതുപോലെ ആയി. പിന്നെ ഒരു രോഗവുമില്ല, കണ്ണ് മടക്കി കൊടുത്തു. ഇത് നബി തങ്ങളുടെ മുഅ്ജിസത്താണ്. എങ്കിൽ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തായി വരുന്ന ചില കാര്യങ്ങൾ ചിലത് ഒഴിച്ചു ബാക്കിയെല്ലാം ഔലിയാക്കൾക്ക് കറാമത്തായി കൊണ്ടാവാം. ഇത് കാണുമ്പോ നമുക്കത് നിസ്സാരം വരാൻ പാടില്ല. കാലിന്റെ മുട്ട് വേദനയാകുന്നു, തങ്ങളെ വല്ലാതെ വേദനയാകുന്നു. എവിടെ ഒന്ന് പറയുന്നത് വലിയ തങ്ങളെടുക്കൽ വന്നിട്ട് കാലിന്റെ മുട്ടിന് വല്ലാത്ത വേദന എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാ വണ്ടി വരുന്നത്, ഓടിച്ചല്ലോ ഡോക്ടറെ അടുത്ത് എന്ന് പറയുന്നതിന് പകരം ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുദീഖ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടത് അങ്ങളൊന്നും അന്തരിച്ചു കൊടുത്ത് കാലിന് മുട്ട് വേദന മാറി. എന്തേ ഇപ്പൊ മാറിയത്? അതാ സ്വഹീഹുൽ ബുഖാരിയുടെ കർത്താവായ ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിന്റെ അദ്ബുൽ മുഫ്രദ് എന്ന കിതാബിലും അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാറിലും മറ്റനേകം പണ്ഡിതന്മാരും ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ കാലിന് വേദനയായി, നല്ല ശക്തിയായ വേദനയായപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ഒരു ചികിത്സ പറഞ്ഞു കൊടുക്കുന്നു. ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ചികിത്സ പറയുന്നു. ഉദ്കുർ അഹബ്ബൽ ഖൽഖി ഇലൈക, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാവരും സ്വലാത്തിലാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരൊന്നങ്ങ് പറഞ്ഞേക്കൂ, തങ്ങളെ പേരൊന്നങ്ങ് പറയുമോ എന്ന് കൽപ്പിച്ചപ്പോൾ ഓ മുഹമ്മദാ, ഓ ഹബീബായ മുഹമ്മദ് നബിയേ എന്നൊരൊറ്റ വിളി. ഫശുഫിയ, കാലിന്റെ വേദന ഒന്നായി മാറിപ്പോയി. റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞപ്പോ കാൽ വേദന മാറിപ്പോയി. ഇത് സഹീഹായ ഹദീസല്ലേ? ഇത് അള്ളാഹുവിന്റെ കുദറത്താണ്. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞപ്പോൾ അള്ളാഹു മാറ്റിക്കൊടുത്തതാണ്. അങ്ങനെ എത്ര രാത്രി ഒരു കോണി ഇറങ്ങുമ്പോ താഴെ എത്തിയെന്ന് മനസ്സിലാക്കി നിലാവ് വെളുത്തുള്ളപ്പോ താഴോട്ട് ചാടി കാല് ഇടിപൊടിയായിപ്പോയി. കാലിന്റെ മുട്ടിന്റെ താഴെ അവനെ തട്ടെടുത്ത് വലിച്ചു കെട്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. സംഗതി പറഞ്ഞപ്പോ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടൊന്ന് തടകി. അങ്ങനെ ശിഫയായിപ്പോയി. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതും ഒരു ചികിത്സയാണ്. ഖുർആനോദി മന്ത്രിക്കലും ചികിത്സയാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ടുണ്ടാകുന്നതും ചികിത്സയാണ്. എല്ലാം ചികിത്സയാണ്. ഈ ഒറ്റ ചികിത്സ മാത്രം ഞങ്ങൾ ചെയ്യുന്നത്, ഇത് മാത്രമേ ഉള്ളൂ, ആരും കരുതി പോകണ്ട. ഇങ്ങനെ ചില ആളുകൾ കരുതിപ്പോയി, ചുരുക്കം ചിലർ കരുതിപ്പോയി. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്ന ഡോക്ടർമാരാവുന്നതിന് ഭൗതികമായി പേരായി പോയത്. അതുകൊണ്ട് ഇതൊക്കെ ആഖിറത്തിനെ ഇൽമാക്കി എടുക്കണം. നിങ്ങൾ പഠിക്കുന്ന എല്ലാ അറിവും, എഞ്ചിനീയർ ആയാലും അഡ്വക്കറ്റ് ആയാലും വേറെ ആരായാലും, നിങ്ങൾ ഇത് ആഖിറത്തിന്റെ ഇൽമാക്കി എടുക്കണം എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട്
വെറും പഴഞ്ചൻ വിശ്വാസവും പഴഞ്ചൻ സമ്പ്രദായവും കൊണ്ട് നടക്കുന്നവരാണ് സുന്നികൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഒരിക്കലും പഴഞ്ചനല്ല. സുന്നി വിശ്വാസങ്ങളും സുന്നി ആചാരങ്ങളും ഒരിക്കലും പഴഞ്ചനല്ല. അത് എന്നും പുതുമയോടുകൂടി നിൽക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ സുന്നി എന്ന പേരിന് പ്രശസ്തി വരികയാണ്. ഒരുപാട് സമ്മേളനങ്ങൾ. അടുത്ത മാസം മൊറോക്കോവിലൊരു സമ്മേളനമുണ്ട്. അത് സുന്നത്ത് ജമാഅത്ത് എന്ന. കഴിഞ്ഞ വർഷം അവിടെ തന്നെ തസവ്വുഫ് ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. മലേഷ്യയിലും സിംഗപ്പൂരിലും അതുപോലെ UAE-യിലും എല്ലാ സ്ഥലത്തും സുന്നി കോൺഫറൻസുകൾ നടന്നു വരുന്നു. എന്തിൻ്റെ പേരിൽ? ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഭീകരതയും തീവ്രതയും എല്ലാം സുന്നി വിശ്വാസികളിൽ നിന്ന് പുറത്തു പോയവരാണ് അതിൻ്റെ ആളുകൾ എന്ന് വ്യക്തമായി. സലഫി ചിന്താഗതിക്കാരിൽ നിന്നാണ് ഇവിടെ ഭീകരത ഉത്ഭവിച്ചത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് ആഗോള അടിസ്ഥാനത്തിൽ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് പ്രസക്തി കൂടുകയും അതിൻ്റെ ആലിമ്യങ്ങൾക്ക് മഹത്വം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നാം ഒരിക്കലും പഴഞ്ചരല്ല, നാം ഒരിക്കലും ഭീകരന്മാരല്ല, നാം ഒരിക്കലും തീവ്രവാദികളല്ല, നാം ഒരിക്കലും ആളുകളെ ആക്രമിക്കുന്നവർ ഒന്നും അല്ല. അതുകൊണ്ട് നാം സൽസ്വഭാവികളാവുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഈ കാണുന്ന കിതാബ് അയ്യുഹൽ വലതു എന്ന് പറയുന്ന ഒരു കിതാബാണ്. ഓ പ്രിയപ്പെട്ട മോനെ എന്നാണ് അതിൻ്റെ അർത്ഥം. ആര് കിതാബാണ്? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു തരുന്നു ഒറ്റ ഉപദേശം. അവിടുന്ന് പറയുന്നു അന്നസീഹത്തു സഹലും, ഉപദേശിക്കൽ വളരെ എളുപ്പമാണ്. ഇവിടെ വന്ന് പ്രസംഗിച്ച് അതുപോലെ എല്ലാവരും പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗം വളരെ എളുപ്പമാണ്. വൽ മുഷ്കിലു ഖബൂലുഹ, പ്രയാസം അത് സ്വീകരിക്കലാണ്. കാരണം لأنها في مذاق متبع الهوى مر, ദേഹയിച്ഛയോട് തുടരുന്നവർക്ക് അത് കയ്പാണ് മോനെ. അയ്യുഹൽ വലതു എന്ന് വിളിച്ചിട്ട് ഇമാം ഗസാലി പറയാം. നല്ല നസീഹത്ത് ചെയ്തു കൊടുക്കുമ്പോ ദേഹയിച്ഛയോട് പിൻപറ്റുന്നവർക്ക് അത് കയ്പാണ്. ഇതിൽ മനാഹി മഹബൂബത്തും ഫീ ഖുലൂബിഹിം, വിരോധിക്കപ്പെട്ട കാര്യമെല്ലാം അവരുടെ ഹൃദയത്തിൽ വളരെ പ്രിയമായിരിക്കും. പുകവലിക്കുന്നവന്റെ കൽബിൽ പുകവലി വലിയ പ്രിയമാവും. മദ്യം ഉപയോഗിക്കുന്നവന്റെ കൽബിൽ മദ്യം പ്രിയമാകും. മറ്റ് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവന്റെ കൽബിൽ അത് പ്രിയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവനോട് നസീഹത്ത് ചെയ്യുമ്പോൾ അവനത് കയ്പായി തോന്നും. അലൽ ഖുസൂസി മൻ കാന ത്വാലിബൽ ഇൽമി റസ്മി മുസ്തഗിലു ഫളിൽ നഫ്സി വമനാഖിബി ദുനിയാ ഫഇന്നഹു യഹ്സിബു അന്നൽ ഇൽമൽ മുജറദ ലഹു വസീലത്തുൻ. വെറും ഇൽമു കിട്ടിയാൽ മതി, പഠിച്ചാൽ മതി എന്ന് മനസ്സിലാക്കുന്നവരാണ് അത്തരം ആളുകൾ. വസതുകൂനു നജാതുഹു വഖലാതുഹു ഫീഹി, പഠിച്ചാൽ മാത്രം രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായും വഹാദാ ഇത്ഖാദുൽ ഫലാസിഫത്തി, ഇത് ഫലാസിഫത്തിന്റെ വിശ്വാസമാണ്. സുബ്ഹാനല്ലാഹിൽ അലീം,
അള്ളാഹു പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയുന്നു, ഓ പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട കുഞ്ഞിനെ, പ്രിയപ്പെട്ട കുട്ടി, അയ്യുഹൽ വലദു അൽ മഹ്ബൂബ്, ഓ പ്രിയപ്പെട്ട മകനെ, നീ തീർച്ചയായും എല്ലാ ഉപദേശവും കേൾക്കുകയും നല്ല ഉപദേശം മാത്രം കേൾക്കുകയും നല്ല ഉപദേശം നീ സ്വീകരിക്കുകയും വേണം. നീ നേരത്തെ എന്തോ വിശ്വസിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിര് കേൾക്കുമ്പോഴേക്ക് നീ തുപ്പിക്കളയരുത്, നീ അതിനെ തള്ളിക്കളയരുത്. തീർച്ചയായും നീ നല്ലവനാകണം എന്ന് തുടങ്ങി ധാരാളം വിഷയങ്ങളുണ്ട്. ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പഠിക്കുന്ന പഠനം, നിങ്ങൾ പഠിക്കുന്ന പഠനം, അത് ഉപകാരപ്രദമാവണം. ഒരു ഹദീസ് കാണാതെ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ അഖ്റബ് പറയാ, അഖ്റബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. പഠിച്ചോ? നോദി. അഖ്റബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരിൽ വെച്ച് ഏറ്റവും അല്ലാഹുവിലേക്ക് അടുത്തവൻ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഫലം ചെയ്യുന്ന, ഗുണം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നാം ജനങ്ങൾക്ക് ഗുണം ചെയ്യണം. മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, മറ്റുള്ളവരെ ആക്ഷേപിക്കരുത്, ആരെയും പരിഹസിക്കരുത്, ചീത്ത പറയരുത്, സൽസ്വഭാവികളാവണം. അങ്ങനെ നല്ല സ്വഭാവികളായി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരായി നിങ്ങളും ഞാനും ആവണം. അതാണ് നമ്മുടെ വിജയം, അതാണ് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വിജയം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരുപാട് വിഷയം പറയാനുണ്ടെങ്കിലും അതെല്ലാം മറ്റുള്ളവർ പറഞ്ഞു തരും. ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. സയ്യിദ് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ പന്തൽ ഇട്ടു തന്ന ആൾക്ക്, അതിൻ്റെ ചെലവെടുത്ത ആൾക്ക് ദുആ ചെയ്യണം. ഭക്ഷണം തന്നവർക്ക് ദുആ ചെയ്യണം. വെള്ളം തന്നവർക്ക് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രൊഫഷണൽ മീറ്റ് നമ്മുടെ മർക്കസ് നോളജ് സിറ്റിയിൽ നടത്തണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ 10 ഇരട്ടി കുട്ടികളുണ്ടായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അതെല്ലാം സ്ഥലമുണ്ട്, എല്ലാവർക്കും ഒന്ന് കാണണമല്ലോ. അല്ലാഹു തന്നെ തൗഫീഖ് ചെയ്യട്ടെ. റഹ്മാനുറഹീമായ അല്ലാഹു ഈ കുട്ടികൾക്ക് എല്ലാവർക്കും റഹ്മാനുറഹീമായ റബ്ബേ നല്ല നിലയിൽ പഠിച്ച് വളർന്ന് അഭിവൃദ്ധിപ്പെടാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇവിടുത്തെ കലക്ടർമാരും ഇവിടുത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഇവിടുത്തെ ഡോക്ടർമാരും പ്രൊഫസർമാരും ഇവിടുത്തെ മുദരിസുമാരും പ്രിൻസിപ്പൽമാരും എല്ലാം ആകാനുള്ളവരാണ് ഈ കുട്ടികൾ. അതുകൊണ്ട് റബ്ബേ അവർക്ക് അനുയോജ്യമായ നല്ല ബർക്കത്ത് കൊടുത്ത് എല്ലാവരെയും പരീക്ഷകളിൽ വിജയിപ്പിച്ച് സന്തോഷമാക്കണം റഹ്മാനേ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കാനും വിശ്വസിക്കാനും തൗഫീഖ് കൊടുക്കണം റഹ്മാനേ. അർഹമുർ റഹീമേ, ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാ ആളുകൾക്കും നീ അവരുടെ ഖൈറായ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനേ. ഗൾഫ് രാജ്യത്തും ഇവിടെയുമുള്ള പല ആളുകളുമുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. മഅദനിലെ കുട്ടികൾ ഇതിൻ്റെ വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവരുണ്ട്. പരിസരത്തുള്ള കുട്ടികളും വളണ്ടിയർമാരുണ്ട്. എല്ലാ വളണ്ടിയർമാർക്കും എല്ലാ ഖാദിമീങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാർ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അതുപോലെ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് തുടങ്ങി ഞങ്ങളെ എല്ലാ ആലിമീങ്ങൾക്കും, ഈ അടുത്ത് മരിച്ച ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളവറുകൾ, അങ്ങനെ തുടങ്ങി
ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ജ്യേഷ്ഠൻ ഉമർ ഫാറൂഖ്, അങ്ങനെ എല്ലാ ആളുകൾക്കും മരിച്ചുപോയ മുഴുവൻ ആലിമീങ്ങൾക്കും നീ ദർജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്ത് പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനെ. പൊരുത്തത്തെ നീ ഏറ്റിത്തരണം റഹ്മാനെ. ഈമാനും തഖ്വയും ഏറ്റിത്തരണം റഹ്മാനെ. ഒരുപാട് കാലം നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് അവസാനം കലിമത്തു തൗഹീദ് ചൊല്ലി മരിക്കാൻ ഹുസ്നുൽ ആഖിബത്ത് നീ നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ പുന്നപ്പുറ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സുഹൈൽ വന്നിരുന്ന് വലിയപ്പ മരിച്ചിട്ട് പോയതാണ്. അല്ലാഹു തആല ആ വലിയപ്പൻ്റെ ഖബർ സ്വർഗ്ഗത്തോപ്പായി കൊടുക്കട്ടെ. അവരുടെ ദോഷങ്ങളൊന്ന് പുറത്തു കൊടുക്കട്ടെ. ആ കുട്ടിക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.